അപ്പൊ ഇത് നമ്മുടെ യാത്രയുടെ 2ാം ദിവസം കേട്ടോ. അപ്പൊ നാഗർകോവിലിനടുത്താണ് ഞങ്ങൾ പോകുന്നത്. കള്ളിയങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ നീലിയുടെ സ്ഥലം ആണ് എന്നൊക്കെയാണ് പറയുന്നത്. കള്ളിയങ്കാട്ട് നീലിയുടെ സ്ഥലം, നീലിക്കൊരു ക്ഷേത്രം ഉണ്ടെന്നൊക്കെ അവിടെ പറയണു. അപ്പൊ പോണ വഴിക്ക് യാത്രയിൽ കണ്ട ഒരു ലേക്കാട്ടോ. അത് ലേക്കിന്റെ നടുക്ക് തകർന്ന ചെറിയൊരു കുടിലൊക്കെ കാണാം. അപ്പൊ അത് കാണിച്ചു തരാം അല്ലേട്ടാ. കണ്ട, അത് വലിയൊരു ലേക്കാണ്. വലിയൊരു ലേക്കിന്റെ നടുക്ക് ഒരു കുടില് തകർന്ന് കിടക്കാണ്. ചിലപ്പോ വല്ല മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഷെഡ് എന്തെങ്കിലും ആയിരിക്കുമല്ലേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. വലിയ ലേക്കാട്ടോ. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാം. കണ്ട, ഇത്ര വലിയ ലേക്കാണ്. അതിന്റെ നടുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയൊരു കുടില്. അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാട്ടാ. എല്ലാടെ പൊളിഞ്ഞു കിടക്കാം. മുകളിൽ വശം കണ്ട പൊളിഞ്ഞു കിടക്കാണ്. നമ്മുടെ ആലുവ പാലം പോലത്തൊരു അല്ലേ? ഇന്നിപ്പോ എന്താണ് നമ്മുടെ പ്ലാൻ യഥാർത്ഥത്തിൽ? നമ്മളിപ്പോ ഇന്നിപ്പോ യാത്രയുടെ 2ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ സമയം എത്രയായി? ഇപ്പോ 9:45. എന്താണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ? പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. നമ്മളെ ഈ നാഗർകോവിലിനെ ചുറ്റിപ്പറ്റി കുറെ ചെറിയ ഗ്രാമങ്ങള് ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് കള്ളിയങ്കാടാണ്. കള്ളിയങ്കാട്. അപ്പൊ അവിടെ ഒന്ന് പോണം. നമുക്ക് ഇവിടുത്തെ സ്ഥലത്തെ പറ്റി അങ്ങനെ യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ അധികം ആൾക്കാർ ഭയങ്കരമായിട്ട് വന്ന് വീഡിയോ എടുത്തേക്കുന്ന സ്ഥലങ്ങളും അല്ലല്ലോ നാഗർകോവിൽ എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ. അപ്പൊ ഇന്നലെ നമ്മള് ഈ ആരൽവായ്മൊഴി പോയത് അവിടെ ഭയങ്കരമായ കാഴ്ചകളുണ്ടെന്ന് പലരുടെ വീഡിയോ കണ്ടിട്ടാണ്. സത്യത്തിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. നമുക്ക് വെറുതെ ഒരു യാത്ര അവർക്കാണ് പോയത്. പിന്നെ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ പറയാം ആരൽവായ്മൊഴി നമ്മൾ കണ്ടത്. കുറെ കാറ്റാടി, ഇങ്ങനെ കുറച്ച് ലാൻഡ്സ്കേപ്പ്, കുറച്ച് മലകളൊക്കെ ഉള്ള ഒരു സ്ഥലം. ജസ്റ്റ് ഏതൊരു യാത്രയിലേക്ക് കാണാവുന്ന ഒരു സ്ഥലം, അത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്തായാലും നമ്മള് ഇറങ്ങി. ഇനിയിപ്പോ എന്തായാലും നമ്മള് രാത്രി തിരിച്ചു പോകുന്നുള്ളൂ. ഇപ്പൊ നാഗർകോവിലിന്റെ ഉള്ളില് ഉള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കള്ളിയങ്കാട്, ചെമ്പഗ്രാമത്തെ ഗ്രാമത്തെ പറ്റി ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അത് പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അക്വഡിക്റ്റ് ആയ മാത്തൂർ അക്വഡിക്റ്റ് എന്ന് പറഞ്ഞൊരു അക്വഡിക്റ്റ് ഉണ്ട്. ഭയങ്കര ഹൈറ്റിൽ പോണ 1 കിലോമീറ്റർ നീളമുള്ള 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അക്വഡിക്റ്റ് ആണ്. അതൊന്ന് കാണുന്നുണ്ട്. അത് തിരുവട്ടാറിന്റെ അടുത്താണ്. പിന്നെ തിരുവട്ടാറ് ഒരു അമ്പലമുണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴേക്ക് എന്തായാലും അടച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ റാൻഡമാണ്. എന്താണോ കാണുന്നത് അവിടെ നിർത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഉദ്ദേശം. പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് നമ്മളിപ്പോ എപ്പോഴും ഈ ഹൈവേ കൂടിയുള്ള യാത്ര ഒഴിവാക്കിയിട്ട് കുറച്ച് ഉള്ളം വഴി കൂടെ കയറി ഗ്രാമീണതയുടെ ഉള്ളിൽ കൂടെ കയറി പോയതിന് കുറച്ച് എന്തെങ്കിലും കാഴ്ചകളും അതിന്റെ ഒരു ഭംഗിയും അവരുടെ നിഷ്കളങ്കതയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇത് ഭൂരിഭാഗം നമ്മുടെ കേരളീയ ഒരു രീതി തന്നെയാണ്. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോ കേരളത്തിൽ പോണ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നോക്കുമ്പോ. കേരളത്തിലെ കാഴ്ചകൾ തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. അതെ, കർണാടകയിലും തമിഴ്നാടായാലും വേറൊരു അന്തരീക്ഷം, വേറൊരു കൾച്ചറും. നമ്മൾ പുറത്തേക്കൊന്ന് പ്രകൃതി വേറൊരു പ്രകൃതിയാണ്. അത് കാണാൻ നമുക്ക് ഒരു ആകർഷണീയത തോന്നും. പക്ഷെ ഇതിൽ പോകുമ്പോൾ നമുക്ക് വേറൊരു ഇതാണ്. എങ്കിലും നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നലെ ശരിക്കും ആ ഒരു ഉള്ളേരിയയിലൂടെ പോയപ്പോ നമുക്ക് ആകെ കിട്ടിയ ഒരു നല്ലൊരു കാഴ്ച എന്താ, താമരപ്പാടമാണ്. താമരപ്പാടത്ത് ആ ചേട്ടന്മാരുമായിട്ടുള്ള സംസാരമൊക്കെയാണ് നമുക്ക് ഇന്നലെ ആകെ കിട്ടിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് അല്ലെ. നോക്കാം, നമുക്ക് കുറച്ച് ഉള്ളേരിയകളിലേക്കൊക്കെ പോയി നോക്കാം. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചെയ്യാം. കള്ളിയങ്കാട്ട് നീലി എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യക്ഷി സങ്കല്പമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത്. ഇപ്പം പുതുതായി ഇറങ്ങിയ ലോക എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെ
കള്ളിയങ്കാട്ട് നീലി കൂടുതൽ പ്രശസ്തമായി എന്നുള്ളതാണ്. കള്ളിയങ്കാട്ട് നീലിക്ക് ഒരു ക്ഷേത്രവും കള്ളിയങ്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത് രണ്ടും ഉള്ളത് കേരളത്തിലല്ല. കേരളത്തിൽ കള്ളിയങ്കാട്ട് നീലിക്ക് ക്ഷേത്രം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് രണ്ടും ഉള്ളത് കേരളത്തിൻ്റെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തിരുവനന്തപുരത്തിനോട് അടുത്ത് കിടക്കുന്ന നാഗർകോവിലാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു സ്ഥലം കള്ളിമുൾച്ചെടികൾ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് കള്ളിയങ്കാട് എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഈ സൈഡിൽ ഇങ്ങനെ തിരുവനന്തപുരം നാഗർകോവിൽ റോഡ് കാണാം. റോഡിനോട് ചേർന്ന് കുറച്ച് ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു കൊച്ചു ക്ഷേത്രമാണ്. കള്ളിയങ്കാട് എന്ന് തന്നെയാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ ബാക്കി ഡീറ്റെയിൽസൊന്നും ചോദിക്കാനായിട്ട് ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ. ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ കള്ളിയങ്കാട് നീലിയമ്മൻ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇവിടെ ഇങ്ങനെ ഒരു വലിയ കോവിൽ കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നന്ദിയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഹാദേവനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രതിഷ്ഠയായിരിക്കും ഇവിടെ. വേറെ എന്തൊക്കെ പ്രതിഷ്ഠകളുടെ സത്യം ഇവിടെ പ്രതിഷ്ഠകളുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഇതൊരു ദേവീ പ്രതിഷ്ഠയാണ്. ഇവിടെ നോക്കിയത് കറുപ്പസ്വാമി പോലത്തെ ഇവിടെ ഒരു കറുപ്പസ്വാമി പോലത്തെ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ. കറുപ്പസ്വാമി പോലത്തെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്താ. മിക്കവാറും ഇവിടെയായിരിക്കും നീലിയമ്മൻ പ്രതിഷ്ഠ വരുന്നത്. ഇതായിരിക്കും നീലിയമ്മൻ പ്രതിഷ്ഠ. ഇവിടെ മുൻപിൽ തന്നെ ഒരു ആനയുണ്ട്, നന്ദിയുണ്ട്, മയിലുണ്ട്, ഒരു സിംഹമുണ്ട്. അപ്പം ഇതായിരിക്കും നീലിയമ്മൻ പ്രതിഷ്ഠ. നമ്മുടെ നാട്ടിലുള്ള ഒരു സങ്കല്പമായ കള്ളിയങ്കാട് നീലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ഒരു പേര് കണ്ടപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ ഒരു പേര് ഓർത്തിരുന്നപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചു വന്ന കേട്ടോ കള്ളിയങ്കാട് നീലിയമ്മൻ കോവില്. കള്ളിയങ്കാട് ആരുൾമിகு ശ്രീ നീലി അമ്മൻ ക്ഷേത്രം എന്നാണ് പേര്, ഫുൾ നെയിം വരുന്നത്. അപ്പോൾ കള്ളിയങ്കാട് നീലിയമ്മൻ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ആരെയും കാണുന്നില്ല ഇത് പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്തെങ്കിലുമൊക്കെ ചോദിക്കാനായിട്ട്. നമ്മളെ കള്ളിയങ്കാട് നീലിയമ്മൻ കോവിലിൻ്റെ അടുത്ത് കണ്ട ഒരു ചെറിയൊരു കരിക്കട കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ മലയാളിയാണ്. അപ്പോൾ ചേട്ടൻ നമുക്ക് കഥ പറഞ്ഞു തരാമെന്നാണ് പറയണേ. കള്ളിയങ്കാട് നീലിയമ്മയുടെ ഒന്ന് പറഞ്ഞു തരാമോ ചേട്ടാ, അറിയാവുന്ന കാര്യം? എനിക്കിപ്പോൾ 74 വയസ്സാവുന്നുണ്ട്. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അറിയാവുന്ന കാര്യം പറഞ്ഞു തരാം. പറഞ്ഞോ. എൻ്റെ വയറ്റുപഴപ്പം കൂടി ഞാൻ നോക്കണം. കാര്യം നടക്കട്ടെ. നമ്മുടെ കേരളത്തിലുള്ള കള്ളിയങ്കാട് നീലി എന്ന് പറഞ്ഞ ഒരു ഇതുമായിട്ട് ബന്ധമുണ്ടോ ഈ ഒരു നീലിയമ്മയ്ക്ക്? എല്ലാ സ്ഥലവും ഒന്നേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ ഒരു യക്ഷി എന്ന് പറഞ്ഞൊരു സങ്കല്പമല്ല, അത് തന്നെയാണ് ഇവിടെ ഒന്ന് പറയാവോ? എനിക്കറിയാവുന്നുള്ളത് പറയാം. ഈ അമ്മ ഒരു രാജകുടുംബത്തിൽ വളർന്നയാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു രാക്ഷസനെന്നും പറയാം, ഒരു രാജാവെന്നും പറയാം. അപ്പോൾ അയാള് ആ കുട്ടീനെ സ്നേഹിച്ച് നീലിയമ്മേനെ അറിയില്ല, അറിയാതെ കൊണ്ട് സ്നേഹിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും നാട് വിട്ട് അവിടെ നിന്ന് കടന്നു വരുമ്പോഴത്തേക്ക് അന്ന് രാജാക്കന്മാരുടെ ഭരണമല്ലേ. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഇരുന്ന കുറേ സ്വർണങ്ങൾ ഒരു തുണിക്കെട്ട് പോലെ, പഴയ തുണിക്കെട്ട് പോലെ ഈ കുട്ടി നമ്മൾ നാടോട്ട് പോവുമല്ലേ, നമുക്ക് ജീവിതത്തിന് വേണമല്ലോ എന്നും പറഞ്ഞ് വാരിക്കൊണ്ട് വരുമ്പോഴത്തേക്കാണ് ഈ സ്ഥലത്തിൽ അന്ന് ഈ ടൗണൊന്നുമില്ല, വെറും കള്ളിച്ചെടി മാത്രമേ ഉള്ളൂ. ഈ കള്ളിച്ചെടികളാണ് ഇവരുടെ എല്ലാത്തിൻ്റെയും സാക്ഷി. അപ്പോൾ പാതിരായി വരുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങി ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ മടിയിൽ ഇവർ നടന്നു വരുമ്പോൾ അന്ന് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ദുഷ്ടൻ എന്ത് ചെയ്ത് ഇതിന് മടിയിൽ തല വെച്ച് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് ആ ജവളിക്കെട്ടിൽ എന്നാ ഉള്ളതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മൊത്തം സ്വർണ്ണമാണ്. ഈ സ്വർണം കണ്ടപ്പോൾ ഇവന് ഈ പെണ്ണിനോടുള്ള മോഹം പോയി. അപ്പോൾ ഇതിനെ കൊന്നു വെച്ച് ഈ സ്വർണം കൊണ്ടങ്ങ് പോവാം എന്നും പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, ഈ തല നല്ല ഉറക്കമല്ലേ, തല മടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കല്ലെടുത്ത് ഈ പാവത്തിൻ്റെ തലയ്ക്ക് അങ്ങ് ഇട്ടപ്പോൾ ഈ ദൈവമേ നോക്കുമ്പോഴത്തേക്ക് മേളിൽ പാൽ പോലത്തെ നിലാവ് അന്നത്തേക്ക് നല്ല പൗർണമി നിലാവായിരുന്നു. അപ്പം മേളിൽ നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രഭഗവാൻ മേളിൽ നിൽപ്പുണ്ടായിരുന്നു. താഴെ നോക്കുമ്പോഴത്തേക്ക് കള്ളിച്ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളി നീ എന്നെ സാക്ഷി എന്നും പറഞ്ഞ് ഈ ചോര മൊത്തം ആ കള്ളിച്ചെടിയിലാണ് തെറിച്ച് കൊണ്ടത്. ആ കള്ളിച്ചെടീനെ സാക്ഷി നിർത്തിയിട്ട് അതാണ് ഈ കള്ളിയങ്കാടെന്ന് പറഞ്ഞ് ഇവിടെ പേര് വരാൻ കാര്യം. അന്ന് ഈ 2 കാള വണ്ടിയിലാണ് മനുഷ്യന്മാർ യാത്ര ചെയ്യുക. കാളവണ്ടി, ഈ കാളവണ്ടി 2 കാളയും കൂട്ടിയാലല്ലേ വണ്ടി ഓടൂ. ഒറ്റ വണ്ടിയും ഉണ്ട്, ഒറ്റ കാളയും ഉണ്ട്, 2 കാളവണ്ടി. അങ്ങനെയാണ് ഈ നീലിയാണ് ഇത് എന്ന് പറഞ്ഞ് ഇത് ചത്തു കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇവനെ പഴി വാങ്ങണം, ഇവനെ ഇനി വിടാൻ പാടില്ല. ഇവൻ വേറൊരു സ്ഥലത്ത് പോയി നമ്മളെപ്പോലെ ഇന്നൊരു കുട്ടീനെ ചതിക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അവതാരം എടുക്കുന്ന പിന്നെ നീലിയായിട്ട് അവിടെ തൊട്ടാണ് നീലിയുടെ കഥ വരിക. ഈ നീലി കഥ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. അത് തന്നെ നമ്മുടെ നാട്ടില് കടമറ്റത്ത് കത്തമാര് തളച്ചു എന്നൊക്കെയാണ്. ഇവരെ തളയ്ക്കാൻ വേണ്ടി അവർ കുറെ പാടുപെട്ടു ക്രിസ്ത്യാനികള്. അതൊന്നും നടന്നില്ല, അത് നടക്കുകയില്ല. ഈ കോവിലിൽ ഇപ്പൊ എന്താ പ്രധാനമായിട്ട് ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, വർഷം ആഴ്ചക്ക് 2 ദിവസം പൂജ ഉണ്ട്, ചൊവ്വായും വെള്ളിയും. ശരിക്കും മലയാളികളാ ഇവിടെ വരിക. എന്താണ് പ്രതിഷ്ഠകളുള്ളത് അവിടെ? കുറെ പ്രതിഷ്ഠകൾ കാണുന്നുണ്ടല്ലേ? നിങ്ങൾ അങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ല, ഞങ്ങൾ പോയിട്ട് വന്നാണ്. പോയാ ശരി. അവിടെ ഫസ്റ്റ് കേറുമ്പോ തന്നെ കാണുന്നതാണ് നീലിയമ്മയുടെ പ്രതിഷ്ഠ. ഫസ്റ്റ് ഇവിടെ ഇരിക്കുന്നത് ചേട്ടത്തി, അപ്പുറത്ത് അങ്ങേ അറ്റത്തിരിക്കുന്നതാണ് നീലിയമ്മ. നടുക്കുള്ളത് വേറെ ഒരുപാട് ദേവന്മാരുണ്ടല്ലോ. ആ ഒരു വാള് പിടിച്ചു നിൽക്കണ 2 അതെന്താണ്? പുറത്ത് ഇവരുടെ ഇതൊക്കെ അനുചരന്മാര്. ചേട്ടന്റെ പേര്? എന്റെ പേര് രാജൻ. എവിടെ ശരിക്കും നാട്? കേരളത്തിൽ. സ്വന്തം നാട് കോതമംഗലം. നമ്മുടെ നാട്ടുകാരാണ് കോതമംഗലക്കാരൻ. ഞങ്ങള് കോതമംഗലം വടാട്ടുപാറ. ഞങ്ങള് കൊരട്ടിയാ. നാട്ടിൽ പോകാറുണ്ടോ? ഞാൻ ഇലക്ഷനൊക്കെ പോയി വോട്ടൊക്കെ ചെയ്തു. ഇവിടെ എത്ര നാളായി? ഇവിടെ വർഷങ്ങളായി. ആണല്ലേ? ഇവിടെ പണിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കുട്ടീനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് മക്കളുമായി മക്കളുമായി. അവരൊക്കെ ഇവിടെ? മക്കളൊക്കെ എല്ലാം ഇവിടെ തന്നെ. നാട്ടിൽ അവിടെ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്. ഞാൻ അങ്കമാലിയാ. ആണോ? ഞാൻ കൊരട്ടിയാണ്. അങ്കമാലിയാണ്. അപ്പൊ നമ്മുടെ മനീര വീട്ടിന്റെ ഒക്കെ അടുത്ത് വരും. അടുത്താണ്. എന്തായാലും ചേട്ടാ പരിചയപ്പെട്ട സന്തോഷം കേട്ടാ. ശരി, താങ്ക് യു. ശരി, ഇതൊന്ന് കുറച്ചേ. അപ്പൊ ഇതാണ് കേട്ടോ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു തന്നെ കേട്ടാ. ശരി, ഇതാണ് അല്ലേ? ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതായത് നീലിനെ പ്രേമിച്ചിട്ട് ഒരു അമ്പലത്തിലെ പൂജാരിയുടെ മകനാണെന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ അല്ലേ പറഞ്ഞ കേട്ടേക്കണ? ആണല്ലേ? അങ്ങനെയാണല്ലേ? സത്യം. ശരി, ഓക്കേട്ടാ, നന്ദി. അതൊരു ഇതാക്കി ചെയ്യൂലോ. സത്യസന്ധത തന്നെയാണ്. ഇതാണല്ലേ? അതിൽ ഒരു മാറ്റമില്ല. ഈ ഒരു മലയുടെ അടിവാരത്താട്ടോ ഈ ഒരു കള്ളിയങ്കാട് നീലി ക്ഷേത്രം. അപ്പൊ ഇനിയിപ്പോ നമ്മള് യാത്ര തുടരാണ്. അടുത്ത കാഴ്ചകളാണ്. അടുത്ത ഇങ്ങനെ ഇവിടെയുള്ള കുറച്ച് ഉള്ളേരിയകളിലേക്കൊക്കെ ഒന്ന് കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോവാം. നമ്മള് കള്ളിയങ്കാട് നീലിയമ്മൻ കോവിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ കണ്ട ഒരു ചെറിയൊരു കൽമണ്ഡപം കേട്ടോ. ഇതേമാതിരി തമിഴ്നാട്ടിൽ വന്നാല് ഇതേപോലത്തെ കൽമണ്ഡപങ്ങൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും. സത്രങ്ങളായിരിക്കും അന്നത്തെ കാലത്ത് യാത്ര ചെയ്തിരുന്ന ആൾക്കാർക്ക് താമസം സത്രങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിനോട് ചേർന്നായിരിക്കും അന്ന് വഴി ഉണ്ടായിരുന്നു. അതായിരിക്കും ഇങ്ങനെ ഒരു സത്രം ഇവിടെ പോലെ കെട്ടിയിരിക്കുന്നത്. പക്ഷെ എല്ലാരും നല്ല കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചേക്കണത് എല്ലാരും അല്ലേ? പോയാലോ?